പിന്നെ എന്തുണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അങ്ങനെ ഇന്നുകൊണ്ട് ദൃശ്യം 3 കേരളത്തിൽ നിന്ന് 50 കോടി പിന്നിടുന്ന വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ 50 കോടി പിന്നിട്ടു. കേരളത്തിൽ നിന്ന് 50 കോടി. വേറൊരു പ്രത്യേകതയുണ്ട്. ദൃശ്യം 1 ആയിരുന്നു ആദ്യമായിട്ട് ഒരു മലയാള സിനിമ 50 കോടി പിന്നിടുന്ന മലയാള സിനിമയായിട്ട് ദൃശ്യം 1 ആയിരുന്നു മാറിയത്. അതിനു മുമ്പ് കോടികളുടെ കഥയൊന്നും നമുക്കറിയാൻ വയ്യായിരുന്നു. ദൃശ്യം 1 അത് സാധിച്ചത്. അതിനുശേഷം ദൃശ്യം 3 കേരളത്തിൽ നിന്ന് മാത്രമായി 50 കോടി നേടുന്ന ദൃശ്യം 3 ആയി മാറി. അതിനിടയിൽ തുടരും ആദ്യമായിട്ട് 100 കോടി കേരളത്തിൽ നിന്ന് നേടി. അതിൻ്റെ ഇടയ്ക്ക് ലോക വന്നു, ലോക അത് തകർത്തു. അതിനുശേഷം വാഴ തകർക്കുന്നു. ഇതൊക്കെ ലാലേട്ടനാണ് എല്ലാത്തിനും തുടക്കമിടുന്നത്. അതിനുശേഷം വരുന്ന പുതിയ തലമുറ അത് തകർക്കുകയും ലാലേട്ടൻ അത് തിരിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും ലാലേട്ടൻ അന്ന് മുതൽ ലാലേട്ടൻ തന്നെ അല്ലേ. ഒരു മാറ്റമില്ലാതെ തുടരുന്ന ഒരാളേ ഉള്ളൂ. അത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തന്നെ. അത് മലയാള സിനിമയിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും പവർഫുൾ മാൻ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒറ്റുത്തരം. അപ്പോൾ ഇതിനിടയിൽ ഇന്നലെ കളക്ട് ചെയ്തത് 6,56,00,000 രൂപയായിരുന്നു കേരളത്തിൽ നിന്ന്. അതും ഞെട്ടിപ്പിച്ച തുടക്കമായിരുന്നു. തിങ്കളാഴ്ച പൊട്ടും എന്ന് വിചാരിച്ചിരുന്നിടത്താണ് ഈ 6,56,00,000 രൂപ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 45,41,00,000 ഇന്നലെ വരെയുള്ള കളക്ഷൻ. അത് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇന്നലെ പ്രീഫെയിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ പ്രീഫെയിൽ തന്നെ 3,31,03,00,000. അപ്പം തന്നെ ഈ ഉച്ചയായപ്പം തന്നെ 50 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. ഇന്നും 5-5.5 കോടിയെങ്കിലും കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യും. അങ്ങനെ നിസ്സാരമായിട്ട് 51 കോടിയിലൊക്കെ എത്താൻ സാധ്യതയുണ്ട് ഇന്നുകൊണ്ട്. അങ്ങനെ ദൃശ്യം 3 50 കോടി കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കടക്കുന്നു. മറ്റൊരു വാർത്ത പങ്കുവെക്കാനുള്ളത് 150 കോടിയുടെയാണ്. 150 കോടിയും ഇന്നലെ കടന്നു കഴിഞ്ഞിരിക്കുന്നു. 15 കോടി 10 ലക്ഷം രൂപയോളം വേൾഡ് വൈഡായിട്ട് ഇന്നലെ കളക്ട് ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അങ്ങനെ 160 കോടിയിലേക്ക് ദൃശ്യം 3 എത്തുന്നു. ഇനി കേവലം 40 കോടി മാത്രം 200 കോടിയിലേക്ക്. ആദ്യത്തെ പടി 200 കോടി. എനിക്ക് തോന്നുന്നു ആരും 100 കോടി നേടത്തില്ല എന്നൊന്നും ആരും വിചാരിച്ച് കാണത്തില്ല. 100 കോടി പണം റിലീഫ് ആകുന്നതിന് മുമ്പ് തന്നെ 100 കോടി ചിത്രം എന്നുള്ള ലേവലിൽ തന്നെയാണ് ഇറങ്ങിയത്. പിന്നെ 200 വരുമോ 300 വരുമോ എന്നുള്ള ഒരു ആലോചന തന്നെയായിരുന്നു. അത് 200-ലേക്കുള്ള ചവിട്ടുപടിയാണ് നാളെ തൊട്ട് തുടങ്ങാൻ പോകുന്നത്. ഇനി 40 കോടി മാത്രം. കുറച്ച് ദിവസത്തിനുള്ളിൽ അതും തകർക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പിന്നെ എന്തുമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. കാത്തിരുന്ന് കാണാം. ഇപ്പം ബുക്കിംഗ് പരിശോധിക്കുമ്പോഴും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണുന്നുണ്ട്. അപ്പം നാളെ 2 ദിവസം പെരുന്നാളാണ്. പെരുന്നാൾ കളക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ വമ്പൻ കളക്ഷനായിരിക്കും. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ 3-4 ദിവസം അവധിയാണ്. അവിടെയൊക്കെ വമ്പൻ കളക്ഷൻ ഉണ്ടാകും. പെരുന്നാൾ കഴിയുമ്പോഴത്തേന് ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ തന്നെ 100-200 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതും ഒരു പ്രത്യേകതയാണ്. ലാലേട്ടൻ്റെ 3ാമത്തെ 200 കോടി ചിത്രമായിട്ട് ഈ ദൃശ്യം 3 മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അത് ഒരു മലയാളത്തിലെ വേറൊരു നടനും 100 കോടിയൊക്കെ കാണും. 200 കോടി 3 പ്രാവശ്യം എന്നൊക്കെ പറയുന്നത് ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതും ലാലേട്ടനിലൂടെ മലയാള സിനിമ സാധിക്കുന്നു. ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നത് ഇനി ലാലേട്ടൻ ചിത്രങ്ങൾ ഇങ്ങനെ 200 കോടി 100 കോടിയൊക്കെ നിശ്ചയമായിട്ട് നേടുമെന്ന് തന്നെയാണ്. കാരണം ലാലേട്ടൻ ചിത്രങ്ങളുടെ റേഞ്ച് അങ്ങ് മാറി. നമ്മൾ കർണാടകത്തിലെ, തമിഴ്നാട്ടിലെ, ആന്ധ്രയിലെയൊക്കെ കാര്യം പറഞ്ഞ പോലെ, വിദേശ രാജ്യങ്ങളിലൊക്കെ കാര്യം പറഞ്ഞ പോലെ ചെറിയൊരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ ചിത്രങ്ങൾ കത്തിക്കീറുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുതന്നെയാണ് തുടർ വർഷങ്ങളിലും ഇനി നടക്കാൻ പോകുന്നത്. അതിനനുസരിച്ചുള്ള ചിത്രങ്ങളായിരിക്കും മോഹൻലാലിൽ നിന്ന് ഇനി ഉണ്ടാകാനും പോകുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആക്ഷൻ ചിത്രങ്ങളൊന്നും മോഹൻലാലിൻ്റേതായി വേണമെന്നില്ല. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഒരു കുടുംബ ചിത്രത്തിൽ അല്പം മസാലയൊക്കെ ചേർത്ത് ഒരു സ്റ്റണ്ട് സീനുമൊക്കെ പങ്കെടുപ്പിച്ച് ലാലേട്ടൻ വന്ന് നിൽക്കും. ആ മുണ്ടൊക്കെ ഒന്ന് ഉടുത്ത് കാലൊക്കെ ഒന്ന് കയറ്റി വെച്ച്
ആ മീശയൊക്കെ പിടിക്കുന്ന ലാലേട്ടൻ വന്നാൽ കണ്ടല്ലോ, ഒരു കുടുംബ ചിത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും മലയാളി ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ചിത്രങ്ങൾ കൂടുതലുണ്ടാകട്ടെ. അനേകം 100 കോടികളും 200 കോടികളും 500 കോടികളും ഒക്കെ മലയാളത്തിൽ പിറക്കട്ടെ. മലയാള സിനിമ ഉന്നതങ്ങളിലേക്ക് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.